ആസാദി വാർത്തയുടെ നൈറ്റ് ഷിക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളം മുന്നിലെന്ന് നീതി ആയോഗ്. രാജ്യത്ത് 1 ലക്ഷത്തോളം സ്കൂളുകളിൽ വൈദ്യുതിയില്ല. സുധാകരൻ വീട്ടിൽ KCKS അനുകൂലികളുടെ രഹസ്യ ഗ്രൂപ്പ് യോഗം മാധ്യമങ്ങളെ കണ്ടതോടെ പിൻവലിഞ്ഞു. സ്റ്റാലിനെ കാണാൻ വിജയ് എത്തി. കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ഉദയനിധി സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് ഫലം ആഴത്തിൽ പരിശോധിക്കും. തിരുവനന്തപുരത്ത് വാടക വീടെടുത്ത് പിണറായി വിജയൻ. ഇനി താമസം പുതിയ വീട്ടിൽ. തിരുത്തൽ നടപടികൾ കൈക്കൊള്ളും MA ബേബി. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിൽ പരീക്ഷ KSUക്കാർ തടസ്സപ്പെടുത്തി. മുഖ്യമന്ത്രി പോരിനന്ത്യമില്ല. മുൻ KPCC അധ്യക്ഷന്മാരും ഡൽഹിയിലേക്ക്. കേരള കോൺഗ്രസ് MLDF-ൽ ഉറച്ചു നിൽക്കും സ്റ്റീഫൻ ജോർജ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അടി. കൊടിക്കുന്നിൽ സുരേഷ് മല്ലികാർജുൻ ഖാർഗെയെ കണ്ടു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴയും കാറ്റും. വ്യാപക നാശനഷ്ടം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സുധാകരൻ്റെ വീട്ടിൽ KCKS അനുകൂലികളുടെ രഹസ്യ ഗ്രൂപ്പ് യോഗം മാധ്യമങ്ങളുടെ കണ്ടത്തോടെ പിൻവലിഞ്ഞു. കണ്ണൂരിൽ സുധാകരൻ്റെ വീട്ടിൽ KC വേണുഗോപാൽ സുധാകരൻ അനുകൂലികളുടെ രഹസ്യ ഗ്രൂപ്പ് യോഗത്തിന് ശ്രമം. വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ എത്തിയതോടെ ഗ്രൂപ്പ് യോഗം മാറ്റിവെച്ച് നേതാക്കൾ മടങ്ങി. സുധാകരൻ അനുകൂലികളും ജില്ലയിലെ KC വേണുഗോപാൽ അനുകൂലികളും ചേർന്ന യോഗമാണ് വിളിക്കാൻ ശ്രമിച്ചത്. മുൻ DCC ഭാരവാഹികൾ, KPCC ഭാരവാഹികൾ, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം. നിശ്ചയിച്ച പ്രകാരം സുധാകരൻ്റെ വീട്ടിൽ നേതാക്കൾ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വിവരം അറിഞ്ഞ് മാധ്യമങ്ങൾ സ്ഥലത്തെത്തിയതോടെ യോഗം മാറ്റിവെച്ചു. നേതാക്കൾ പോകുന്ന സാഹചര്യമുണ്ടായി. സുധാകരനെ കാണാൻ വേണ്ടി വന്നതാണ്, സാധാരണ രീതിയിൽ കാണാൻ വരുന്ന പോലെ കാണാൻ വന്നതാണ് എന്ന് യോഗത്തിൽ എത്തി മടങ്ങിയവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന പക്ഷക്കാരനാണ് സുധാകരൻ. നേരത്തെ ഇക്കാര്യം ഫേസ്ബുക്കിൽ പരസ്യമായി തന്നെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ കൊടുക്കുന്നതിനിടെയാണ് സുധാകരൻ്റെ തൻ്റെ വീട്ടിൽ വെച്ച് അനുയായികളുടെ യോഗം വിളിച്ചു ചേർത്തത് എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് പിണറായി വിജയൻ ബേക്കറി ജംഗ്ഷൻ സമീപത്തെ വീട്ടിലേക്ക് താമസം മാറി. RBIക്ക് സമീപത്താണ് വീട് വാടകയ്ക്കെടുത്തത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്ത പശ്ചാത്തലത്തിൽ നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് താമസം മാറി. ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ പിണറായി വിജയൻ ചിന്ത ഫ്ലാറ്റിലേക്ക് മാറുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനുള്ള ഫ്ലാറ്റ് വൃത്തിയാക്കി സജ്ജീകരിച്ച് വെച്ചിരുന്നു. എന്നാൽ പുതിയ വീട് വാടകയ്ക്കെടുത്ത് താമസം അതിലേക്ക് മാറുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് എന്നത് സംബന്ധിച്ച ചർച്ച പാർട്ടിയിൽ തുടരുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുകയാണെങ്കിൽ ഔദ്യോഗിക വസതിയായി ലഭിക്കുന്ന കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് മാറിയേക്കും. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസം രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അധ്യാപക നിലവാരത്തിന്റെയും ഗുരുതരമായ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുന്ന റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തുവിട്ടു. സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ ദേശീയ തലത്തിൽ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളിലും പഠന നിലവാരത്തിലും കേരളം മികച്ച മുന്നേറ്റം നടത്തുന്നതായി വ്യക്തമാക്കുന്നു. റിപ്പോർട്ടിലെ പ്രധാന വിവരങ്ങൾ പ്രകാരം രാജ്യത്തെ 1.25 ലക്ഷത്തോളം സ്കൂളുകളിൽ ഇപ്പോഴും വൈദ്യുതി കണക്ഷൻ ലഭ്യമല്ല. ഏകദേശം 98,592 സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി പ്രത്യേക ശുചിമുറികളില്ലാത്ത സാഹചര്യമുണ്ട്. ഇതിനു പുറമെ 61,540 വിദ്യാലയങ്ങളിൽ ഉപയോഗയോഗ്യമായ ഒരു ശുചിമുറി പോലുമില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുടിവെള്ള ലഭ്യതയില്ലാത്ത 14,505 സ്കൂളുകളും കൈ കഴുകാനുള്ള സൗകര്യമില്ലാത്ത 1.5 ലക്ഷത്തോളം സ്കൂളുകളും രാജ്യത്തുണ്ടെന്ന് നീതി ആയോഗ് വ്യക്തമാക്കുന്നു. അധ്യാപകരുടെ കുറവും അവരുടെ പ്രൊഫഷണൽ നിലവാരവുമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഇന്ത്യയിൽ 1,04,125 സ്കൂളുകൾ വെറും ഒരു അധ്യാപകൻ മാത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അധ്യാപകരുടെ വിഷയത്തിലുള്ള അറിവ് പരിശോധിച്ചപ്പോൾ കേവലം 10 മുതൽ 15% പേർക്ക് മാത്രമാണ് തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ 60% മുകളിൽ മാർക്ക് നേടാൻ കഴിഞ്ഞത്. ഗണിതശാസ്ത്രത്തിൽ 70% മുകളിൽ മാർക്ക് നേടുന്നത് വെറും 2% അധ്യാപകർ മാത്രമാണ്. കൂടാതെ പഠനവുമായി ബന്ധമില്ലാത്ത സർവേകളും തെരഞ്ഞെടുപ്പ് ജോലികളും കാരണം അധ്യാപന നിയമനത്തിന്റെ 14% നഷ്ടപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കും സ്കൂളുകളും
പുതിയ വിദ്യാർത്ഥികൾ ചേരാത്ത മറ്റൊരു വെല്ലുവിളിയാണ്. രാജ്യത്ത് 7993 സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പഠിക്കുന്നില്ല. പശ്ചിമ ബംഗാൾ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ളത്. സെക്കൻഡറി തലത്തിൽ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ദേശീയ തലത്തിൽ 11%. വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഇന്ത്യ ചെലവഴിക്കുന്നത് GDP-യുടെ 4.6% മാത്രമാണ്. മറ്റ് വികസിത രാജ്യങ്ങളെ UK, USK എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. വിദ്യാഭ്യാസ നിലവാരത്തിൽ തിളങ്ങി കേരളം. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ കണക്കുകൾ മികച്ച നിലവാരം പുലർത്തും. സംസ്ഥാനത്താകെ 15,757 സ്കൂളുകളിൽ വിവിധ തലങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. 24-25 കാലയളവിലെ മൊത്തം എൻറോൾമെന്റ് അനുപാതം പ്രൈമറി തലത്തിൽ 93, അപ്പർ പ്രൈമറി 98, സെക്കൻഡറിയിൽ 98% എന്നിങ്ങനെയാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ ഇത് 89 തുടരുന്നു. സ്കൂളുകൾ തലങ്ങൾക്കിടയിലുള്ള കുട്ടികളുടെ മാറ്റം വളരെ ഉയർന്നതാണ്. പ്രൈമറിയിൽ നിന്നും അപ്പർ പ്രൈമറിയിലേക്ക് 99% കുട്ടികളും അപ്പർ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായ 99% കുട്ടികളും എത്തുന്നുണ്ട്. സെക്കൻഡറി തലത്തിൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരുടെ നിരക്ക് 4.5% മാത്രമാണ്. പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ 99%, സ്കൂളുകളിൽ വൈദ്യുതിയും 99%. സ്കൂളുകളിൽ ആൺകുട്ടികൾക്കായി പ്രത്യേക ശൗചാലയങ്ങളും 99%, സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി പ്രത്യേക ശൗചാലയങ്ങളും ലഭ്യമാണ്. കൂടാതെ 99% സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സൗകര്യം, 91% സ്കൂളുകളിൽ ഇന്റർനെറ്റും, 59% സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ അധ്യാപക ഒഴിവുകളിൽ ഇല്ലെന്നും വിവിധ ഘട്ടങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായി 13 മുതൽ 22 വരെ എന്ന മികച്ച നിലയിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വൈകല്യമുള്ള കുട്ടികൾക്കായി 83% സ്കൂളുകളിൽ റാമ്പുകളും 35% സ്കൂളുകളിൽ പ്രത്യേക ശൗചാലയങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അതേസമയം എൻറോൾമെന്റ് ഇല്ലാത്ത 47 സ്കൂളുകൾ കേരളത്തിലുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം ആഴത്തിൽ പരിശോധിക്കും, തിരുത്തൽ നടപടികൾ കൈക്കൊള്ളും. MA ബേബി. ന്യൂഡൽഹി. കേരളം, അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പാർട്ടി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. തിരിച്ചടിക്ക് കാരണമായ പോരായ്മകൾ തിരിച്ചറിയുന്നതിനായി വരും ദിവസങ്ങളിൽ ആഴത്തിലുള്ള അവലോകനം നടത്തും. എല്ലാ പാർട്ടി അംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി ആവശ്യമായ തിരുത്തൽ നടപടിയും നവീകരണവും നടപ്പിലാക്കുമെന്നും MA ബേബി പറഞ്ഞു. 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. ആദ്യമായി 3 സീറ്റുകളിൽ നേടാൻ BJPക്ക് സാധിച്ചു എന്നത് ഗുരുതരമായ വെല്ലുവിളിയാണ്. CPM-നെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും നുണപ്രചരണങ്ങൾ നടത്തുന്നതുമായ കോൺഗ്രസിന്റെ നിലപാടുകളും വർഗീയ ശക്തികളോടുള്ള അവരുടെ മൃദു സമീപനവും കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് കാരണമായി. തിരിച്ചടി നേരിട്ടെങ്കിലും 37% വോട്ട് വിഹിതം നേടാൻ LDFന് സാധിച്ചു എന്നത് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയെ തെളിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ വർഗീയ ശക്തികളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിനും സമൂഹം മതേതര ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനും പാർട്ടി മുൻപന്തിയിലുണ്ടാകും. ആക്രമണത്തെയും ചെറുക്കുന്നതിന്റെയും പാർട്ടി തുറന്നു പ്രവർത്തിക്കും. പശ്ചിമ ബംഗാളിലെ BJPയുടെ വിജയം ഗൗരവപരമാണ്. വർഗീയതയും വിദ്വേഷവും പുലർത്തുന്നതുമായ പ്രചരണങ്ങൾ വൻതോതിൽ പണം ഒഴുക്കിയാൽ കേന്ദ്ര ഏജൻസികളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ദുരുപയോഗം എന്നിവയിലൂടെ നേടിയതാണ് ഈ ഫലം. പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായി ചേർന്നുള്ള BJP സഖ്യവും വിജയിച്ചു. തമിഴ്നാട്ടിലെ ഗവർണറുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തി BJPയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു. ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലുള്ള TVKയുടെ സർക്കാർ രൂപീകരണം തടയാൻ പരമാവധി ശ്രമിച്ചു. മതേതര ജനാധിപത്യ ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനായി CPIM-ഉം VCKയും TVK നേതൃത്വത്തിലുള്ള സർക്കാരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനും സർക്കാരിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തില്ല. കേരളത്തിൽ തന്നെ അതിൽ തീരുമാനമെടുക്കുമെന്നും MA ബേബി പറഞ്ഞു. കേരള കോൺഗ്രസ് LDFൽ ഉറച്ചു നിൽക്കും. സ്റ്റീഫൻ ജോർജ്. കോട്ടയം. കേരള കോൺഗ്രസ് MLDFൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. NDAയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച നടന്നു എന്ന വാർത്ത തെറ്റാണ്. അങ്ങനെയൊരു ചർച്ചയോ ആലോചനയോ ഉണ്ടായിട്ടില്ല. ഒരു കാരണവശാലും LDF വിട്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല.
തെരഞ്ഞെടുപ്പിന് മുൻപ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ UDF നടത്തിയ കുപ്രചാരണം LDFന്റെ വോട്ടുകളെ ബാധിച്ചെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസഫ് കെ മാണി AP സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. LDFും RSSും തമ്മിൽ ഡീൽ എന്ന കുപ്രചാരണം അവർ മനഃപൂർവ്വം നടത്തി. LDFനൊപ്പം നിന്ന ചില ന്യൂനപക്ഷങ്ങൾ അകന്നു പോകാൻ ഇതും കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിന്റെ വികസന നിലപാടിൽ ഒരാളും പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ അത് ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞോ എന്നും വികസനത്തിന് ജനകീയ മുഖം നൽകാൻ കഴിഞ്ഞോ എന്നും പരിശോധിക്കണം. വീഴ്ചയിൽ നിന്നും ഉയർത്തിയെഴുന്നേറ്റ് ശക്തമായി മുന്നോട്ടു പോകും. ജില്ലാ തലത്തിലും മണ്ഡല തലത്തിലും ജനറൽ ബോഡി ചേർന്ന് പരാജയ കാരണങ്ങൾ വിലയിരുത്തും. മുന്നണി മാറ്റം എന്നൊരു അധ്യായം തുറന്നിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. എന്നാൽ ഇതിനു പിന്നാലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചത്. അദാനി ഗ്രൂപ്പ് നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണ പദ്ധതിയിൽ വടകര അരിയൂർ വെങ്ങലം റിച്ചിലെ ഉപകരാർ ഏറ്റെടുത്തിരുന്ന വാഗ്ദ കമ്പനിയെ ഒഴിവാക്കി പുതിയ കമ്പനികൾക്ക് ചുമതല കൈമാറി. ദേശീയ വികസനത്തിലെ ഏറ്റവും മന്ദഗതിയിലുള്ള ഭാഗങ്ങളിലൊന്നായി മാറിയിരിക്കുന്ന വടകര അരിയൂർ വെങ്ങലം റിച്ചിൽ ഇതുവരെ ഏകദേശം 40% നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. ഏറെ നാളായി ജനങ്ങൾ കാത്തിരുന്ന വടകര മേൽപ്പാലത്തിന്റെ നിർമ്മാണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മുക്കാളിയിൽ മണ്ണിടിഞ്ഞ ഭാഗം 2 വർഷങ്ങളായിട്ടും പൂർണ്ണമായി പരിഹരിക്കാത്തത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഉപകരാർ നടപടികളിൽ അഴിമതി ആരോപണവും ഉയർന്ന സാഹചര്യത്തിലാണ് വാഗാഡ് കമ്പനിയെ മാറ്റി പുതിയ കമ്പനികൾക്ക് ചുമതല നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴയും കാറ്റും. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വീടുകളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി. കണ്ണൂർ ജില്ലയിൽ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ചിറ്റാരിപ്പറമ്പിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. ശ്രീകണ്ഠപുരത്ത് തൂക്കുപാലത്തിന് മുകളിൽ മരം ഒടിഞ്ഞു വീണ് ദേശീയപാത നിർമ്മാണം നടപ്പാക്കുന്ന കുപ്പത്ത് വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിക്കയറി. കരിക്കാട് ജില്ലയിലെ നാദാപുരം കല്ലാച്ചി മേഖലയിൽ മഴ ശക്തമാണ്. വിലങ്ങാട് താമരശ്ശേരി മലയോര മേഖലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. പേരാമ്പ്രയിൽ ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി. പേരാമ്പ്ര ബൈപ്പാസിൽ തണൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തിന് സമീപം 7-ാം മൈലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുന്നിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ തലനാരികയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് തുടരുന്നതിനാൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായി നിലനിൽക്കുന്ന അന്തരീക്ഷ വ്യതിയാനങ്ങളാണ് സംസ്ഥാനത്ത് മഴ ശക്തമാക്കാൻ കാരണമാകുന്നത്. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ കരുത്താർജിക്കാൻ സാധ്യതയുണ്ട്. തെക്കു കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. സ്റ്റാലിനെ കാണാൻ വിജയ് എത്തി. കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് ഉദയനിധി സ്റ്റാലിൻ. DMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന MK സ്റ്റാലിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി സന്ദർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ ആദ്യമായാണ് സ്റ്റാലിനും വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും MK സ്റ്റാലിനും ചേർന്ന് വിജയെ സ്വീകരിച്ചു. MK സ്റ്റാലിൻ്റെ വീട്ടിലെത്തിയ വിജയെ കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്യുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. വിജയെ ഹസ്തദാനം ചെയ്ത് കെട്ടിപ്പിടിച്ച് വീടിനകത്തേക്ക് ആനയിക്കുന്ന MK സ്റ്റാലിനെയും ദൃശ്യങ്ങൾ കാണാം. MK സ്റ്റാലിൻ മുഖ്യമന്ത്രി വിജയെ പൊന്നടി അണിയിക്കുന്നതും തിരിച്ച് സ്റ്റാലിനെ ആദരിക്കുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഉദയനിധി സ്റ്റാലിൻ വിജയ്ക്ക് പുസ്തകം സമ്മാനിച്ചു. വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അധികാരമേറ്റത്. 60 വർഷത്തിന് ശേഷമാണ് ദ്രാവിഡ പാർട്ടിയല്ലാതെ ഒരു പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത്. വിജയ്ക്ക് പുറമെ 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പൊതുഭരണം, ആഭ്യന്തരം, പോലീസ് എന്നീ വകുപ്പുകൾ വിജയ് കൈകാര്യം ചെയ്യും. സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവരും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തിരുന്നു.
ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മറ്റ് നിയമസഭാ അംഗങ്ങൾ തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ 99 നിയുക്ത TVK MLA-മാർ ആദ്യമായാണ് നിയമസഭാ അംഗങ്ങളാകുന്നത്. ബുധനാഴ്ചക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തി പിന്തുണ തെളിയിക്കണമെന്നാണ് വിജയോടുള്ള ഗവർണറുടെ നിർദ്ദേശം. DMK നേതാവ് ഉദയനിധി സ്റ്റാലിനാണ് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി പോരിന് അന്ത്യമില്ല. മുൻ KPCC അധ്യക്ഷന്മാരും ഡൽഹിയിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള കോൺഗ്രസിലെ തർക്കം തുടരുമ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ച് ഹൈക്കമാൻഡ്. K. സുധാകരൻ, K. മുരളീധരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, MM ഹസൻ, VM സുധീരൻ എന്നിവരെയാണ് ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. മുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യത്തിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉറച്ചു നിന്നതോടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ചർച്ച വഴിമുട്ടി അവസാനിക്കുകയായിരുന്നു. ഇതോടെയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളെ നേതൃത്വം വിളിച്ചു വരുത്തിയത്. ഭൂരിഭാഗം MLA-മാരുടെയും KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങി നേതാക്കളുടെയും പിന്തുണ തനിക്കാണെന്ന് വേണുഗോപാൽ അവകാശപ്പെട്ടു. പണവും ദേശീയ നേതൃപദവിയും ദുരുപയോഗിച്ച് MLA-മാരെ വേണുഗോപാൽ വിലക്കെടുത്തതാണെന്ന് സതീശൻ ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരം തനിക്കൊപ്പമാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി മാനിക്കണം. മുഖ്യമന്ത്രി ആക്കുന്നില്ലെങ്കിൽ മന്ത്രിയാകാനില്ലെന്നും സതീശൻ കടുപ്പിച്ചു. മറ്റുള്ളവർക്ക് ഇനിയും അവസരങ്ങളുണ്ടെന്നും സീനിയോറിറ്റി പരിഗണിച്ച് ഉമ്മൻചാണ്ടിക്കായി മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചവനാണ് താനെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ചെന്നിത്തലയും എടുത്തു. MLA-മാരുടെ പിന്തുണയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടതെന്നായിരുന്നു സണ്ണി ജോസഫിൻ്റെ നിലപാട്. ഭൂരിഭാഗം MLA-മാരും KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പിന്തുണക്കുന്നതും വേണുഗോപാലിനെ അനുകൂല ഘടകങ്ങളാണ്. വേണുഗോപാലിനെ തീരുമാനിച്ചാൽ VD സതീശൻ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമോ എന്നതിൽ മാത്രമാണ് ഹൈക്കമാൻഡിന് ആശങ്ക. അത്തരമൊരു സാഹചര്യത്തിൽ മാത്രം സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പരിഗണന കിട്ടും. KPCC അധ്യക്ഷ സ്ഥാനത്തിനും അടി. കൊടിക്കുന്നിൽ സുരേഷ് മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ടു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ഖസരക്കായുള്ള അടി തുടരുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തിനായി വടംവലി ആരംഭിച്ചു. അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP രംഗത്തെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൊടിക്കുന്നിൽ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നിലവിലെ അധ്യക്ഷൻ മന്ത്രിസഭയിലേക്ക് മാറുകയാണെങ്കിൽ പദവി ഒഴിവുവരുമെന്ന കണക്കുകൂട്ടലിലാണ് നേതാക്കളുടെ നീക്കം. ആര് KPCC പ്രസിഡന്റ് ആകണമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയും മറ്റു സമുദായ സമവാക്യങ്ങളും നേതാക്കളുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ പരിശോധിച്ചായിരിക്കും അധ്യക്ഷനെ തീരുമാനിക്കുകയെന്നും കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഖാർഗെയെ കണ്ടിരുന്നെന്നും സ്വാഭാവിക കൂടിക്കാഴ്ചയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ചെന്നൈയിൽ ആയതിനാൽ കൂടിക്കാഴ്ച നടന്നില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിച്ചതിനോ മന്ത്രിസഭാ രൂപീകരണത്തിനും ശേഷമായിരിക്കും KPCC അധ്യക്ഷൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുക. എന്നാൽ ഭരണം ലഭിച്ചതോടെ ഏത് സ്ഥാനങ്ങൾക്കായുള്ള തമ്മിലടി കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.